സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. യാക്കോബ് 1:4 വാക്യം. പലപ്പോഴും നമുക്ക് വിജയങ്ങളും നേട്ടങ്ങളെയും വളരെ വേഗം അവനൊന്നിക്കാൻ കഴിയും. എന്നാൽ സ്വഭാവ ഗുണങ്ങൾ രൂപപ്പെടുന്നത് സമയമെടുക്കും. സംഘർഷങ്ങളുടെയുമെന്ന് അംഗീകരിക്കാതെ പോകും. വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. യാക്കോബ് 1:2 എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. പരീക്ഷകളെക്കുറിച്ച് സന്തോഷിപ്പാൻ എന്തിരിക്കുന്നു? ദൈവം നമ്മെ എന്തായിരിക്കുവാൻ വിളിച്ചിരിക്കുന്നുവോ അങ്ങനെ ആക്കി തീർക്കുന്ന പ്രക്രിയയിൽ നമ്മെ ചിലപ്പോൾ പ്രയാസങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടത്തിവിട്ടേക്കാം. പരീക്ഷകളെ അതിജീവിച്ച് നമ്മൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആയിത്തീരുന്ന കാണാൻ ദൈവം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. യേശുവിൽ അടിയുറച്ചവരായി നമുക്ക് ഏത് പ്രതിസന്ധിയിലും സ്ഥിരതയോടെ നിലനിൽക്കുന്ന ശക്തിയെ വളർന്ന് അവസാനം ആത്മാവിന് പരം ജീവിതത്തിൽ നിറയുന്നവരാകും. ഗലാത്യർ 5:22-21. ഓരോ ദിവസവും നമുക്ക് വളർച്ചയ്ക്ക് അനിവാര്യമായ പോഷണം അവൻ്റെ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. യോഹന്നാൻ 15:5 വാക്യം. അടുത്തിടെയായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ എന്തൊക്കെയാണ്? ഈ സാഹചര്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെ? പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ താങ്ങാനാവാതെ നിലനിൽക്കുമ്പോൾ ശക്തി നൽകണമേ. അവിടുന്ന് എന്നെ വിളിച്ചിരിക്കുന്ന പോലെ പൂർണ്ണഫലം കായ്ക്കുന്ന ഒരു വിശ്വാസം വളരുവാൻ എന്നെ സഹായിക്കണമേ. ആമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. കഴിഞ്ഞ ആഴ്ചക്കാലം വരാവുന്ന ആപത്തും രോഗദുഃഖങ്ങളും ദൈവം നമ്മെ കാത്തിരുവാച്ചു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ ആഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.